ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ്. അപ്പം സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ചെയ്യണത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബോട്ടിലാണ്. പിന്നെ 3 കളേഴ്സ് ബ്ലാക്ക്, ഗ്രീൻ, റെഡ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടും കൂടിയിട്ടാണിത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുള്ളത്. ഷെയ്ഡിങ് ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ ബേസ് കോട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് വെച്ചിട്ടാണ് ബേസ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് ആക്രിലിക് പെയിൻറ്റാണ്. അപ്പോൾ സിംഗിൾ കോട്ടിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബേസ് നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബേസ് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീനിൻ്റെ ഈ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിനി ഷെയ്ഡിങ് ഒക്കെ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രീനിൻ്റെയും റെഡിൻ്റെയൊക്കെ വേരിയസ് ഷെയ്ഡ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഡയറക്റ്റ് ആ ഒരു കളർ ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു സെയിം ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ കുറച്ച് ലീവ്സിൻ്റെ ഇമേജും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ നമുക്കിതൊന്നും കൂടെ വൈഡാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് യെല്ലോ ഷെയ്ഡോ വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ റെഡിൻ്റെ തന്നെ ലൈറ്റർ ഷെയ്ഡൊക്കെ യൂസ് ചെയ്തിട്ട് അത് ചെറിയ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ഒരു അട്രാക്റ്റീവായി കിട്ടും. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം പെയിൻറ്റിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലാന്ററായിട്ടാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് മണി പ്ലാന്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബോട്ടിലിൻ്റെ പെയിൻറ്റിൻ്റെ മുകളിലായിട്ട് വാർണിഷും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെയിൻ്റ് ഒന്നും കൂടെ സെക്യൂറായി കിട്ടും. നമുക്കത് ബോട്ടിൽ നനഞ്ഞാലൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ വാർണിഷൊന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഒരു കോട്ടും കൂടെ അതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് സെക്യൂറായി കിട്ടും. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതൊരു ബോട്ടിൽ പ്ലാന്ററാണിത്. അപ്പം ഈ ഒരു പ്ലാന്റർ നമുക്ക് കിച്ചണിലും ഡൈനിങ് ഏരിയ ഈവൻ ബെഡ്റൂമിലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.